ഇൻവെർട്ടോ LNB ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡിഷ് 75 സെൻറ്റിമീറ്റർ കേബാൻ ഡിഷാണ്. അതുപോലെ തന്നെ LNB ഷാർപ്പിൻ്റെ LNB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേബാനിൽ അത്യാവശ്യം നല്ല LNB ആണ് ഷാർപ്പിൻ്റെ LNB. ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഡിഷ് TVയുടെ സിഗ്നലാണ്. നമ്മൾ ഈ ഷാർപ്പ് LNB വെച്ചിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻവെർട്ടോ LNB വെച്ചിട്ട് ആ ഡിഫറൻസ് കാണിക്കും, സിഗ്നൽ പെർസെൻറ്റേജ്. എന്തായാലും നമുക്ക് മീറ്ററിൽ സിഗ്നൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് ദൂരദർശൻ്റെ തന്നെ 2 ട്രാൻസ്പോണ്ടറാണ് സിഗ്നൽ കാണിക്കുന്നത്. കാരണം ഡിഷ് TVയും ദൂരദർശൻ്റെ DD ഡയറക്റ്റ് 93.5 രണ്ടും കൂടെ കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ എടുക്കുമ്പോൾ ദൂരദർശന് 3 സിഗ്നൽ കുറവായിരിക്കും. ഞാൻ എന്തായാലും ഡിഷ് TVയുടെ സിഗ്നൽ ഇട്ടു. ആദ്യത്തേതിന് 63% ആണ്, രണ്ടാമത്തേതിന് 67%, മൂന്നാമത്തെ TPക്ക് 65% ആണ് സിഗ്നൽ നമുക്കിപ്പോൾ കിട്ടുന്നത്. ഈ ഷാർപ്പ് LNB വെച്ചിട്ട് മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഈ സോളിൻ്റെ SF720 DB മീറ്ററിൻ്റെ പ്രൈസ് വരുന്നത് 3500 ആണ്, പ്ലസ് കൊറിയർ ചാർജ് വരും. നല്ല DB മീറ്ററാണ് ട്രാക്ക് ചെയ്യാൻ. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ആ ഒരു ഫൈനലായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഷും LNB പൊസിഷനും സ്ക്യൂ എല്ലാം കാണാം. അടുത്തതായിട്ട് ഞാൻ ഇൻവെർട്ടോ LNB വെച്ചു. ഷാർപ്പ് LNB മാറ്റിയിട്ട് ഇൻവെർട്ടോ കേബാൻ LNB വെച്ചു. ഇതാണ് ഇൻവെർട്ടോ കേബാൻ LNB. നല്ല ഹൈ ക്വാളിറ്റി LNB ആണ്. നമുക്ക് ഔട്ട് ഓഫ് കവറേജ് ഒക്കെ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇൻവെർട്ടോ LNB ഉപയോഗിക്കുന്നത്. പിന്നെ DTHനൊക്കെ നല്ല സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെർട്ടോ LNB ഉപയോഗിക്കാം. എന്തായാലും ഇൻവെർട്ടോ LNB വെച്ചിട്ട് ഡിഷ് TV അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൈനൽ ഇമേജ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. LNBയുടെ സ്ക്യൂ കാണിക്കുന്നുണ്ട്. കുറച്ച് നീളമുള്ള LNB ആണ് ഇൻവെർട്ടോ LNB എന്ന് പറയുന്നത്. ഷാർപ്പിൻ്റെയൊക്കെ ചെറിയ LNB ആണ്. നമ്മളിവിടെ കിട്ടുന്ന മിക്ക LNB ചെറിയ LNB ആണ്. എന്തായാലും നമുക്ക് DB മീറ്ററിൽ സിഗ്നൽ ലെവൽ ഒന്ന് നോക്കാം. എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു ഇൻവെർട്ടോ LNB ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ദുബായിൽ നിന്നാണ് ഈ LNB കൊണ്ടുവരുന്നത്. ഡ്രീം മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇൻവെർട്ടോ LNB മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും സോളിൻ്റെ SF720 DB മീറ്ററിലെ സിഗ്നൽ പെർസെൻറ്റേജ് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ട 63% ഉള്ള, അതായത് ഡിഷ് TVയുടെ 3 TPയിൽ ആദ്യത്തെ TP 12050 അതിന് 63% ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിന് 68% കിട്ടി. രണ്ടാമത്തെ TP 67 ആണ് ഉണ്ടായിരുന്നത്, അതിന് 72 കിട്ടി. മൂന്നാമത്തെ TPക്ക് 65% ആണ് ഉണ്ടായിരുന്നത്, അതിന് 70 കിട്ടി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 5% സിഗ്നലാണ് വർധന ഉണ്ടായിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നോർമൽ ഇവിടെ നമുക്ക് കിട്ടുന്ന DTHനൊക്കെ കിട്ടുന്ന ഷാർപ്പ് LNB ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്ന LNB, ടോപ്പ് LNB. അപ്പോൾ അതുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ 5% കാണിക്കുന്നത്. വേറെ ഏത് LNB വെച്ചാലും ഷാർപ്പിനെ കാട്ടിയപ്പോൾ പെർസെൻറ്റേജ് കുറവായിരിക്കും, സിഗ്നൽ കുറവായിരിക്കും. നമുക്ക് DTHനൊക്കെ മാക്സിമം സിഗ്നൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മഴ വരുമ്പോഴൊന്നും പെട്ടെന്ന് കട്ടാകത്തില്ല. കാരണം 65% 63% ഉള്ള സിഗ്നൽ മഴ വരുമ്പോൾ കുറച്ച് പെട്ടെന്ന് കുറയും. അപ്പോൾ ഒരു ഫ്രീസിങ് ആകുന്നൊരു സിഗ്നൽ ലെവൽ വരുമ്പോൾ പെട്ടെന്ന് പിക്ചർ കട്ടാകുന്നത്. ഒരു 72 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ സിഗ്നൽ എടുത്തിടുമ്പോൾ മഴ വന്നാലും ഒരു 65-68 പോകുമ്പോൾ നമുക്ക് എന്തായാലും സിഗ്നൽ ഷാർപ്പിൻ്റെ LNBയുടെ ആ ഒരു സ്ഥിതിയിൽ വരും. അപ്പോൾ കട്ടാകത്തില്ല. അതാണൊരു വ്യത്യാസം. എന്തായാലും അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഞാൻ പിന്നീട് നോക്കുന്നതാണ്, എന്നിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.